നമസ്കാരം. നമുക്കും നമ്മുടെ തലമുറക്കും നമ്മുടെ മക്കൾക്കും ഒന്ന് രക്ഷപ്പെടണ്ടേ? ഈ കള്ള രാഷ്ട്രീയം ഒന്ന് തിരിച്ചറിയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം? അരിയാഹാരം കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. മണ്ണ് വാരി തിന്നുന്ന ആട്ടുംകാട്ടൻ കപ്പലണ്ടിയാണെന്ന് പറയുന്ന അന്തം കമ്മികളൊന്നും ഇത് കേൾക്കണ്ട. കേരളത്തിലെ ഒരു സാധാരണക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് മാറിയാൽ അവനെ തല്ലും കൊല്ലും 51 വെട്ടും. പക്ഷെ നേതാക്കന്മാരെ അങ്ങനെ ഒന്നും ചെയ്യില്ലേ? നമ്മൾ ഒരു പാർട്ടി വിട്ടാൽ നമ്മളെ തല്ലും, തെറി പറയും, നമ്മളെ ഒറ്റപ്പെടുത്തും, അല്ലേ? എന്തുകൊണ്ടാണ് KV തോമസിനെയും AK ആന്റണിയുടെ മകനെയും KB ഗണേഷ് കുമാറിനെയും KM മാണിയുടെ മകൻ ജോസ് K മാണിയെയും അബ്ദുള്ള കുട്ടിയെയും കരുണാകരന്റെ മകൾ പത്മജയെയും PJ ജോസഫിനെയും PC ജോർജിനെയും PV അൻവറിനെയും മരിച്ചുപോയ എവറസ്റ്റ് ചമ്മണി സരിൻ, നമ്മുടെ കോൺഗ്രസിന്റെ MLA ആയിരുന്നില്ലേ സരിൻ? അവൻ പെട്ടെന്നല്ലേ കമ്മ്യൂണിസ്റ്റ് ആയത്? അനിൽകുമാർ, AP അനിൽകുമാർ, കോൺഗ്രസിന്റെ വലിയ പൊസിഷനിലിരുന്ന AP അനിൽകുമാർ, ഇവരൊക്കെ ഓരോ പാർട്ടി വിട്ടപ്പോ എന്താ അവരെ തല്ലാഞ്ഞ? അപ്പൊ തല്ല് സാധാരണക്കാരനാണ്, പട്ടിണിയും ദാരിദ്ര്യവും സാധാരണക്കാരനാണ്, കർഷകനും കൂലിപ്പണി ചെയ്യണവനും തല്ലും പട്ടിണിയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ കോൺഗ്രസ് വിടുക, കമ്മ്യൂണിസ്റ്റ് വിടുക, BJP വിടുക, അതൊക്കെ പുട്ടടിക്കുന്ന രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അയ്യപ്പനെയും അവരെയൊക്കെ കെട്ടുകെട്ടിക്കാൻ ശബരിമല പാറമടക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനായില്ലേ? ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. ഇനിയെങ്കിലും ചെറുപ്പക്കാരും യുവാക്കളും SFI KSU എന്നൊന്നും പറയരുത്. നമുക്ക് വേണ്ടത് നന്മയുള്ളവരാ. അഴിമതി മുക്ത ഭരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്താൽ അതിലും പോയിക്കോ. അഴിമതി മുക്ത ഭരണത്തിന് നാട് നന്നാക്കാൻ വേണ്ടി 2020 അഴിമതി ഇല്ലാണ്ട് നിങ്ങൾക്കും കണക്ക് പരിശോധിക്കാം, നിങ്ങൾക്കും ഭരണം ഏറ്റെടുക്കാമെന്നുള്ള, നിങ്ങളിൽ ഒരാളുടെയും പെട്ടിപിടിക്കാണ്ട് ഈ നാട് ഭരിക്കുന്ന നേതാവാകാൻ സാധിക്കുന്നത്, ഈ നാട് നന്നാക്കാൻ സാധിക്കുന്നത്, ഈ നാട് അഴിമതി മുക്ത ഭരണം നടത്താൻ തലമുറക്കൊരു സാധ്യത ഉണ്ടാവാൻ 2020 അണിചേരുക, പ്രവർത്തിക്കുക. 2020 കള്ളത്തരം ചെയ്യുമ്പോ നമുക്ക് അതും വിടാന്നേ. ഇനി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അഴിമതി ഇല്ലാണ്ട് ഭരിച്ചാൽ നമുക്ക് അതിൽ ചേരാം. അപ്പൊ പാർട്ടി നോക്കരുത്, ചിഹ്നം നോക്കരുത്, അയ്യപ്പ ഭക്തനെ നോക്കരുത്. ഇതൊക്കെ ഉടായിപ്പാണ്, നമ്മളെ പറ്റിച്ചു തിന്നുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അന്തം കമ്മി അടിമകൾ, ഗുണ്ടകൾ, തെമ്മാടികളെ പുതിയ തലമുറയിലെ മക്കൾ കൃത്യമായി വോട്ടിലൂടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.